വളരെ പ്രധാനപ്പെട്ട പുതിയൊരു വാർത്തയിലേക്ക്. നടി റിനി ആൻ ജോർജിന് വധഭീഷണി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൊട്ടാൽ കൊന്നുകളയുമെന്നാണ് ഭീഷണി. ഇന്നലെ രാത്രി വീടിന് മുന്നിൽ രണ്ടുപേർ വന്നാണ് ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിൽ റിനി ആൻ ജോർജ് പോലീസിൽ പരാതി നൽകി. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, റിനി ആൻ ജോർജ് ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതിന് ശേഷം സൈബറിലൂടെ അടക്കം വലിയ തരത്തിലുള്ള ആക്രമണമാണ് ഉണ്ടായത്. ഇന്നലെ വീടിന് മുന്നിലേക്ക് തന്നെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എന്താണ് ഈ പരാതിക്ക് ഇടയാക്കിയ മറ്റ് വിഷയങ്ങൾ? എന്താണ് റിനി ആൻ ജോർജ് പറയുന്നത്? സിജു, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാത്രി 9 മണിക്ക് ഒരാൾ വീടിന് സമീപം ഇരുചക്ര വാഹനത്തിലെത്തുകയും ഗേറ്റിന് പുറത്തു നിന്ന് ആക്രോശം മുഴക്കുകയും ചെയ്തു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും അയാൾ കടന്നു കളഞ്ഞു. പിന്നീട് 1 മണിക്കൂറിന് ശേഷം രണ്ടാമത് ഒരാൾ 10 മണിയോടെ വീണ്ടും ഒരാൾ വന്ന് സമാന രീതിയിൽ തന്നെ ഭീഷണിപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് റിനി ആൻ ജോർജ് പറയുന്നത്. പക്ഷേ ഇരുവരുടെയും മുഖം കാണാൻ കഴിഞ്ഞില്ല, കാരണം ഹെൽമറ്റ് ധരിച്ചിരുന്നു. അറിയാതെ തിരിച്ചറിയാൻ കഴിയാത്ത 2 പേരാണ് വന്നത്. ഓരോ മണിക്കൂർ ഇടവിട്ട് 2 പേരും വന്ന് സമാനമായ രീതിയിൽ ഭീഷണി മുഴക്കി കടന്നു കളയുകയായിരുന്നു. ഇതിനിടെ ഗേറ്റ് തകർക്കാനൊക്കെ അവർ ശ്രമിച്ചു എന്നാണ് റിനി ആൻ ജോർജ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് റിനി ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഇന്ന് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ആരാണ് അവിടെ വന്ന് ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയത് എന്ന് കണ്ടെത്തുക തന്നെയാണ് പ്രധാനം. ഏതായാലും പരാതി വളരെ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് എടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. റിനി ആൻ ജോർജിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ നമുക്കറിയാം, ഇതിനു മുൻപും റിനി ആൻ ജോർജിനെതിരെ വലിയ അധിക്ഷേപം, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ അധിക്ഷേപം നേരിട്ടിട്ടുള്ള ഒരാളാണ് റിനി ആൻ ജോർജ്. സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൽ നിന്ന്, ഒരു യുവ നേതാവിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ആദ്യം വെളിപ്പെടുത്തുന്നത് റിനി ആൻ ജോർജാണ്. അതിനുശേഷമാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലുകളൊക്കെ വരുന്നത്. അതിജീവിതമാർ നേരിട്ട് പരാതി നൽകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി. ഇതിനിടെ അതിജീവിതയ്ക്ക് പിന്തുണ നൽകുന്ന നിലപാടും റിനി ആൻ ജോർജ് സ്വീകരിക്കേണ്ട. ഏറ്റവും ഒടുവിൽ ഇന്നലെയും റിനി ആൻ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കണ്ടപ്പോൾ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും എന്നടക്കമുള്ള പ്രതികരണം റിനി ആൻ ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. റിനിയുടെ വീടിന് മുന്നിൽ CCTV ക്യാമറ ഉണ്ടായിരുന്നു. സമീപ വീടുകളിൽ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. എന്താണ് വിവരങ്ങൾ? ആ സമീപത്തെല്ലാം CCTV ക്യാമറകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളിലേക്ക് പോലീസ് കടക്കുന്നതേ ഉള്ളൂ. ഇന്നാണ് റിനി ആൻ ജോർജിന്റെ പരാതി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചതേ ഉള്ളൂ. പക്ഷെ അധികം വൈകാതെ തന്നെ ഈ ക്യാമറയിൽ പരിശോധിച്ച് ഈ ഇരുചക്ര വാഹനത്തിന്റെ നമ്പറൊക്കെ തിരിച്ചറിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അവരെ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പോലീസ് കരുതുന്നത്. ആ നിലയിൽ അന്വേഷണം ആരംഭിക്കുക. റിനി ആൻ ജോർജിന്റെ മൊഴിയെടുക്കണം. അതിനുശേഷം ഈ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും. CCTV ക്യാമറകളടക്കം ദൃശ്യങ്ങളടക്കം ശേഖരിച്ച ശേഷം ഉടൻ തന്നെ ഈ ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയവർ ആരാണ് എന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നടി റിനി ആൻ ജോർജിന് വധഭീഷണി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വീട്ടിൽ 2 ഘട്ടങ്ങളിൽ 2 സമയങ്ങളിൽ 2 പേരെത്തി ഭീഷണി മുഴക്കിയത്. വീടിന്റെ ഗേറ്റ് അടിച്ച് തകർക്കാനടക്കം ശ്രമം നടത്തി. ഇപ്പോൾ CCTV കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്.